40 വർഷം പഴക്കമുള്ള ഈ മാവിൽ നിന്ന് ആയിരക്കണക്കിന് കിലോ മൂല്യമുള്ള കിടിലം മാങ്ങകൾ, അതും ഒന്നും രണ്ടും ഒന്നുമല്ല, അതായത് ഒരു മാവിൽ നിന്ന് പറിക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും മാക്സിമം. ഇത്രത്തോളം കേരളത്തിൽ തന്നെ ഇത്രത്തോളം മാങ്ങ കിട്ടുന്ന ആയിരക്കണക്കിന് കിലോ ഒറ്റ പറിക്കലിൽ കിട്ടുന്നതാ നമ്മുടേതായി തൂങ്ങി വരുന്ന നമ്മുടെ ആ ഒരു പയ്യനുണ്ടല്ലോ. ഇവനാണ് റിയൽ ടൈം സ്പൈഡർമാൻ. ഏത് തുഞ്ചത്ത് കയറും. ഇനി എന്തൊക്കെ വേണമെന്നുണ്ടെങ്കിലും ആയ കാലത്ത് പുള്ളിക്കാരന് 30 വയസ്സേ ഉള്ളൂ. അവൻ ആയ കാലത്ത് ശ്രമിച്ചായിരുന്നെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കമാൻഡോയിൽ ചേരേണ്ട ഒരാൾ. ഇതേപോലെ ഫുള്ള് ഇതാ മാങ്ങ ഇങ്ങനെ വീണ് ചൊരിഞ്ഞ് നാട്ടുകാർക്ക് ഉൾപ്പെടെ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളെ ഇക്കായാണ് കൊണ്ടുപോകാൻ വന്നത്. ഇക്ക പേരെന്തോ ഇക്ക? നൗഷാദ്. മഴയ്ക്ക് മുമ്പ് വന്ന് മഴയായി കഴിഞ്ഞ വർഷമൊക്കെ കൊണ്ടുപോകാൻ. ഇക്ക നൗഷാദ് ഇവിടെ മാങ്ങയുടെ പണിയാണ്. മാങ്ങ വേറെന്താ ഇതിന്റെ പണിയുണ്ട്? റംബുട്ടാൻ. പക്ഷെ ഇക്ക ഇച്ചിരി പറിക്കാൻ താമസിച്ചു പോയി. ഇതിനിപ്പോ പഴുക്കാൻ പാടാണ്. പഴുക്കാൻ പറ്റത്തില്ല. ഇതിനിപ്പോ അച്ചാറിന് മാത്രമേ പറ്റത്തുള്ളൂ. അച്ചാറിന് മാത്രമേ പറ്റത്തുള്ളൂ അല്ലേ? ഇത് പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ല, ഒന്നും പറ്റത്തില്ല. ഇത് കറിമാങ്ങയ്ക്ക് കൊടുക്കാം നമുക്ക്. ഇത് വിളയാത്ത മാങ്ങ. ഓക്കെ. ഇക്കാടെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു മാങ്ങ ഒരു 10-40 ഈ ഒരു മാവുണ്ടല്ലേ, ഒരു 10-40 വർഷം പഴക്കമുള്ള നമുക്ക് ഒരു വർഷം എത്ര കിലോ മാങ്ങ കിട്ടും? 300 കിലോ 250 കിലോ മാങ്ങ, 300 കിലോ മാങ്ങ, 350 കിലോ കിട്ടും അല്ലേ? പക്ഷേ ഇക്കാടെ ടൈം തെറ്റിപ്പോയില്ലേ? നമ്മൾ വാങ്ങിച്ചതിന്റെ പിറ്റേന്ന് പോലും മഴയായിപ്പോയി. 15 ദിവസം മഴയായിപ്പോയി. ആ മേളിൽ ആ വലിയൊരു മാങ്ങാവറിക്കാരന് ഇരിപ്പുണ്ട്. പുള്ളിയുടെ വിശേഷങ്ങളൊക്കെ പറയാം. അങ്ങ് തുഞ്ചത്തിരിക്കുക. ഓക്കെ. എന്തൊക്കെയാലും നല്ല രീതിയിൽ ഞങ്ങൾക്കും കൂടെ ഒരു സഹായമാണ്. നമ്മളെ കൊണ്ട് ഇത് പറിക്കാൻ പറ്റില്ല. ഇതിൽ യാത്രക്കാരുടെ ദേഹത്ത് വീഴാതെ ഇത് എത്രയും പെട്ടെന്ന് പറിച്ചു മാറ്റാൻ വേണ്ടി നമ്മൾ ഇരുന്നതാണ്. പക്ഷേ ഈ മഴ കൂടി പോയതുകൊണ്ട് നമുക്കിത് പറിക്കാൻ പറ്റിയില്ല അല്ലേ? എന്തൊക്കെയാലും കുഴപ്പമില്ല. അപ്പം നമ്മുടെ ഇതിപ്പോൾ എന്താ ഇതിനുള്ളേക്കാ? ഇത് നമുക്ക് അച്ചാറിന് മാത്രമേ പറ്റത്തുള്ളൂ. അച്ചാറിന് മാത്രമേ പറ്റൂ. ഇത് ഈ മാങ്ങയുടെ പേരെന്തുവാ? ഇത് തത്തച്ചുണ്ടൻ മാങ്ങ, തമ്പൂര് മാങ്ങ എന്നൊക്കെ. തമ്പൂര് മാങ്ങ എന്ന് പറയില്ലേ? ഇത് മെയിനായിട്ട് ഈ മാങ്ങ നല്ല മാങ്ങയാണ്. പഴുത്താതെ സൂപ്പർ മാങ്ങ, നല്ല അടിപൊളി മാങ്ങ. നാരുള്ള നല്ല തിന്നാൻ നല്ല ടേസ്റ്റുള്ള മാങ്ങ. മധുരമുള്ള മാങ്ങ. അച്ചാറിട്ട് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട്? അച്ചാറിട്ടാലും നല്ല മാങ്ങ. അച്ചാറിട്ട് കഴിഞ്ഞാൽ നല്ല മാങ്ങയല്ലേ? അപ്പം ഇക്ക ഇങ്ങനെ മാങ്ങ ഇങ്ങനെ ഓരോന്നിനും തരം അനുസരിച്ചിട്ടാണ്. നിങ്ങളിത് എവിടെയാണ് കൊടുക്കുന്നത്? നമ്മൾ മാർക്കറ്റിലാണ് കൊടുക്കുന്നത്. പക്ഷെ ഇത് പറിക്കുന്ന ഒരു പണിയല്ലേ? പറിക്കുന്നതാ ജോലി. കാരണം ഈ മഴ പെയ്തിടക്കുമ്പോൾ നമുക്ക് കയറാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് ഒരുപാട് സഹായം തരുന്നുണ്ട്. അപ്പം നേരത്തെ പറിച്ചുകൊണ്ടോ കുറേ പൊഴിഞ്ഞു പോയി. ഒരുപാട് പോയി. നമ്മളെ ഈ മഴ പെയ്തതിനകത്ത് പറ്റിപ്പോയത് ഇതാണ്. അല്ലാതെ നമുക്ക് നേരത്തെ പറിക്കുന്നതാണ് നമുക്ക് നേട്ടം. ഇപ്പൊ പറിച്ചാൽ നമുക്ക് ഇത് മുതൽ പോലും വയ്ക്കത്തില്ല. നമ്മളെ കൂലി പോലും കിട്ടത്തില്ല അല്ലേ? ഓക്കെ. എന്തൊക്കെയായാലും നമ്മളെ മാങ്ങ പറിച്ചുകൊണ്ട് ലാസ്റ്റ് നമ്മുടെ എത്രത്തോളം മാങ്ങ വരുന്നുള്ള അത് കാണിച്ചു തരാം. അപ്പം വളരെ കഷ്ടപ്പെട്ട അവർ ചെയ്യുന്നതാ. ഇത് കണ്ടോ, ഈ ഒരു ഭാഗത്ത് കിടക്കുന്ന ഇതെല്ലാം വെറുതെ പൊഴിഞ്ഞ് ഇങ്ങനെ പോണതാണ്. അപ്പം നമുക്കൊരു സഹായമായിട്ടാണ് അവർ വരുന്നത്. അപ്പം മേളിൽ ഒരാൾ തുഞ്ചത്തിരിപ്പുണ്ട്. മാങ്ങ എക്സ്പേർട്ടാണ്. ഏത് വലിയ മാവിൽ കയറി വേണമെന്നുണ്ടെങ്കിലും മാങ്ങ പറിച്ചോളും. അപ്പം ഇവിടെ മേളിൽ നമ്മുടെ ഒരു അടിപൊളി നമ്മുടെ ഒരു സുഹൃത്ത് ഇവിടെ ഇരുന്ന് മാങ്ങ ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുക. ആ കൊട്ടയ്ക്കകത്ത് ഇങ്ങനെ എല്ലാം കിട്ടുമല്ലേ? എല്ലാം ഇത് വെച്ച് പറിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കുറച്ച് പറിച്ച് കൂട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഇത് പഠിപ്പിക്കാൻ പറ്റുമോ? ഇത് പച്ചയല്ലേ, പഴിപ്പിക്കാൻ പറ്റത്തില്ല. ഇത് അച്ചാറിടാനേ പറ്റത്തുള്ളൂ. ഈ മാങ്ങയുടെ ഏറ്റവും വലിയ പ്രശ്നം കേട് വരുമെന്നുള്ളതല്ലേ? പുഴുവായി പോവില്ലേ? അതാണ് ഇതിൻ്റെ പ്രശ്നം. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളി മാങ്ങ. മഴയ്ക്ക് മുമ്പ് കിട്ടണം അല്ലേ? എന്തായാലും മഴ പെയ്തു പോയി. അപ്പോൾ നമ്മുടെ സുഹൃത്ത് ആ പെട്ടിക്കകത്ത് വെച്ച് ഇങ്ങനെ ഓരോന്നായിട്ട് മാങ്ങ കേടൊന്നും കൂടാതെ വലയ്ക്കകത്ത് തന്നെ പിച്ചുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. എന്തെങ്കിലും താഴെ ഇറക്കിയിട്ട് കാണിക്കാം. ഇവിടെ നിന്ന് പറിച്ചുകൊണ്ടിരിക്കുക. അതാണ്ടാ മാങ്ങ ഇതേപോലെ കേടായി പോകും. മഴയില്ലായിരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നല്ല മാങ്ങായിട്ട് കിട്ടിയത് നമുക്ക്. നല്ല മാങ്ങയായിട്ട് കിട്ടി. 15 ദിവസം അടുപ്പിച്ച് മഴ പെയ്തതിൻ്റെ പേരിൽ എത്രയും കേടായി പോയതല്ലേ? അപ്പോൾ നമ്മളാ ഈ ഭാഗത്തുള്ള എല്ലാ മാങ്ങയും പറിക്കുക. വണ്ടിയൊക്കെ എന്ത് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഈ മാങ്ങയുടെ 10 ഇരട്ടി പൈസ ഇതിന് കൊടുക്കണം. അതുകൊണ്ട് മാങ്ങ ഇങ്ങനെ തൊടുമ്പോൾ തന്നെ വന്ന് വീഴുന്നില്ലേ? അതുകൊണ്ട് ഇക്കതാ അവിടെ നിന്ന് ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുക. തൊടുമ്പോൾ തന്നെ വീഴുന്നില്ലേ?
അപ്പോൾ അതാ നമ്മൾ ആ മാങ്ങ മേളിലിരുന്ന് നമ്മുടെ ബ്രോ പറിച്ചിറക്കിയ മാങ്ങ താഴോട്ടിറക്കിയ ലാസ്റ്റ് എല്ലാം കാണിച്ചു തരാം. ഇവരൊക്കെ മാങ്ങ എക്സ്പേർട്ടാണ് കേട്ടോ. ഈ ലോകത്തുള്ള എല്ലാ മാങ്ങയും പറിക്കുന്ന ആൾക്കാരാണ്. ഇവർ ഓച്ചിറ ടീമാണ്. ബാക്കിയുള്ളത് പറിക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ. മാവിലോട്ട് കയറുന്ന വെച്ചാൽ ബുദ്ധിമുട്ടാവും. പാടല്ലേ? അടുത്ത കമ്പലോട്ട് കയറാം. ഓ ആണ്ട് നമ്മളതാ ബ്രോ ഇവിടുന്ന് എവിടെ കയറുണ്ട്? ആ ബ്രോ പോണുണ്ട്. പുള്ളി നല്ല എക്സ്പേർട്ടായിട്ടുള്ള ഒരാളാണ്. ആണ്ടതാ ഈ മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിതാ നോക്കിക്കോ. ഇത്രയും വലിയ വണ്ണമുള്ള മാവ. ഏകദേശം ഒരു 10-40 കൊല്ലത്തിൽ ഏറെ പഴക്കമുള്ള മാവ. ചവിട്ടി കയറാം. തെന്നുമില്ലേ? തെന്നേം ചെയ്യും. ആണ്ട് നമ്മളെ ബ്രോ ഹെവി റിസ്ക് എടുത്താൽ ചെയ്യുന്ന. പിന്നെ അവർ നിങ്ങൾ സ്ഥിരമായിട്ട് പിന്നെ കയറുന്നതല്ലേ? തോട്ടയിട്ട് പറിക്കാനുള്ള ഒരു പരിപാടിയാണ്. പുഷ്പം പോലെ പറിച്ചെടുക്കുന്ന നമ്മളതാ മാങ്ങത ഇറങ്ങി വന്നിട്ടുണ്ട്. നേരത്തെ തൊട്ടും പോവില്ലേ? എല്ലാം പുഴുവെടുത്തേക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത മാങ്ങത അടുത്ത കൊട്ട ഇറങ്ങിയിട്ടുണ്ട്. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗപ്പെട്ടേനല്ലേ? ഉപയോഗപ്പെട്ടേനെ. അപ്പോൾ എന്താ അടുത്ത നമ്മുടെ ഇത് ഇപ്പോൾ എത്ര കിലോ മാങ്ങ കാണുമായിരിക്കും? 10-20 കിലോ കാണുമല്ലേ? അപ്പോൾ അതാ ഒരു ട്രേ മാങ്ങ വന്ന് അടുത്ത ട്രേ കയറ്റി വിടുക. ചിലതൊക്കെ കേടായിപ്പോയി, ചിലതൊക്കെ അച്ചാറിന് കൊള്ളാം അല്ലേ? മഴയ്ക്ക് മുമ്പ് പിച്ചിയായിരുന്നെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. അപ്പോൾ എന്താ അടുത്ത കൊട്ട കയറി പോവുക. പ്രൊഫഷണൽ മാങ്ങ പറിക്കുന്ന ടീമുകളാണ് നമ്മുടെ ഇക്ക. അതുപോയുണ്ടോ? ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് തരം തിരിഞ്ഞുകൊണ്ട് പോകൂല്ലേ? എന്നിട്ട് ഇനിയിപ്പോൾ നേരെ കടയിൽ കൊണ്ടുപോയി കൊടുക്കൂ? ഓരോരുത്തർക്കായിട്ട് കൊടുക്കും. പല സ്ഥലങ്ങളിൽ നിന്നുള്ള കാണും അല്ലേ? ഓക്കെ. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നുള്ള മാങ്ങ കാണും. താണ്ട മാങ്ങ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അമ്മ ഒന്ന് കട്ട് ചെയ്യ്. ഇത് പക്ഷേ പച്ചയ്ക്ക് തിന്നാനും നല്ല ടേസ്റ്റാണ്. പച്ചയ്ക്ക് ജ്യൂസ് അടിക്കാനും നല്ല. നെടുവത്തിന് കട്ട് ചെയ്യുമ്മ. ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ മാങ്ങയുടെ ആ ഒരു സ്ട്രക്ചർ ഒന്ന് കാണിച്ചു തരാം. ഇത് വേറൊന്നുമല്ല, ഈ മാവ് വെട്ടാൻ വേണ്ടി കാത്തു നിൽക്കുക. ഇതാണ്ട ഇത് നല്ല പഴുത്ത സാധനമാണ്. ഇങ്ങനെ എടുത്തിട്ട് നല്ല ടേസ്റ്റാ. അടിപൊളിയല്ലേ? ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാ അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട് മാങ്ങ. ഏതാ? നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മളിവിടെ ശല്യം നമുക്ക് പറിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പുള്ളിക്കാരന് കൊടുത്തത്. ഇത്ര നല്ല മാങ്ങ ആയിരുന്ന മാവ് മുറിക്കേണ്ട കാര്യമില്ലമ്മ. അതുകൊണ്ട് നമ്മളെ അടുത്ത മാങ്ങ പെട്ടി ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഇറങ്ങി വരുന്നു. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പറിച്ച് ഇറക്കിയിട്ടുണ്ട്. എല്ലാ ആ രീതിയിലുള്ള മാങ്ങ തന്നെ അല്ലേക്കാ? സെയിമാ. വിളവായിപ്പോയി ഇല്ലേ? ഇല്ല. പിന്നെ ഇത് പഴുക്കാൻ വെക്കണമെന്നുണ്ടെങ്കിൽ ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പഴുത്ത് കിട്ടും, ചിലപ്പം കിട്ടും. പക്ഷേ ഇത് ഇപ്പം കണ്ടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് അല്ലേ? ഉണ്ട്. അടുത്തത് നമ്മളെ കൊട്ട കയറ്റുക. ഇനിയിപ്പോൾ എത്ര മണിക്കൂറത്തെ പണിയുണ്ട്? 1 മണിക്കൂർ കൂടെ ഉണ്ടല്ലേ? ഓക്കെ. ലാസ്റ്റ് ഫുള്ള് പറിച്ചതിന് ശേഷം കാണിച്ചു തരാം.
അതാ നമ്മുടെ അടുത്ത കൊട്ട മാങ്ങ ഇറക്കിയിട്ടുണ്ട്. ഇത് നേരത്തെ പറിച്ച പോലെ തന്നെ അല്ലേ? അപ്പം എന്താ കൊട്ടയിൽ നല്ല സേഫായിട്ട് നമ്മുടെ ബ്രോ ഇതാ എത്ര ദൂരത്തിലാണ് വയ്ക്കുന്നതെന്ന് നോക്ക്. ഒരു 3 നില കെട്ടിടത്തിൻ്റെ ഹൈറ്റ് ഉണ്ടല്ലേ? അല്ല 3 നില കെട്ടിടത്തിൽ കൂടുതൽ ഹൈറ്റ് ഇല്ലേ? അതിനേക്കാളും കൂടുതൽ ഹൈറ്റ് ഉണ്ട്. ആണ്ടേ അപ്പം എന്താ നമ്മുടെ മാങ്ങ അടുത്ത കൊട്ടയും പറിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളെ ലാസ്റ്റ് പെട്ടി മാങ്ങ ഇറങ്ങിയിട്ടുണ്ട്. ബാക്കി ഫുള്ള് ലോഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതാ നമ്മൾ ഏകദേശം ഇങ്ങനെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. സ്പൈഡർമാൻ ദാണ്ടെ മുകളിൽ തന്നെ ഉണ്ട്. സ്പൈഡർമാൻ ഇറങ്ങിയിട്ട് സ്പൈഡർമാനെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതുകൊണ്ടല്ലേ ബ്രോ ഞാൻ ജീവിക്കുന്ന. സ്പൈഡർമാൻ 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 ദാണ്ടെ നമ്മുടെ സ്പൈഡർമാൻ മാങ്ങ എല്ലാം അതാ കൊട്ടക്കണക്കിന് മാങ്ങയും പറിച്ചിട്ട് ഇതാ ഇറങ്ങി വരുന്നുണ്ട്. സ്പൈഡർമാൻ അടുത്ത് വന്നു കഴിഞ്ഞാൽ അയ്യോ കറണ്ട് കപ്പി ദാണ്ടതാ എടോ റിസ്ക് എടുക്കടോ. അവനെ ക്ലിയറായിട്ട് കിട്ടുന്ന ആണ്ട് നമ്മുടെ സ്പൈഡർമാൻ എന്താ ഇറങ്ങി വരുന്നുണ്ട്. ഇതാണ് റിയൽ ടൈം സ്പൈഡർമാൻ. ആണ്ട് എടാ മോനെ ഒരു ബൈറ്റ് കടാ ഒന്ന് നിന്റെ പേര് പറ. ആണ്ടേ ഇവനാണ് നമ്മുടെ ഫുള്ള് മാങ്ങ പറിച്ച നമ്മുടെ റിയൽ ടൈം സ്പൈഡർമാൻ. ക്യാമറയുടെ മുമ്പിൽ വരാനുള്ളൊരു ചമ്മലുണ്ടല്ലേ? നിന്റെ പേരെങ്കിലും ഒന്ന് പറ. റിയാസ് നല്ല അടിപൊളി ഒരു അത്ലറ്റാണ്. റിയാസ് നീ സ്പോർട്സിലൊക്കെ പോകാത്ത എന്തായിരുന്നു? ഇന്ത്യക്ക് അഭിമാനമായനല്ലേ? ഇത്രയും വലിയ ഈ മാവിനകത്തുണ്ടല്ലോ ഒരു സേഫ്റ്റി മെഷേഴ്സും എടുക്കാതെയാണ് നമ്മുടെ റിയാസ് കയറുന്ന. ഇനി സേഫ്റ്റി മെഷേഴ്സൊക്കെ എടുക്കണം കേട്ടോ. വേണ്ട, സേഫ്റ്റി മെഷേഴ്സിൻ്റെ ആവശ്യമില്ല. എത്ര നാളായി ഈ പരിപാടി തുടങ്ങിയിട്ട്? 10 വർഷമായി. എന്നാലും കുറച്ച് സേഫ്റ്റി ഞങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചങ്കിടിക്കുക കേട്ടോ റിയാസേ. റിയാസാണ് ഇത്രയും മാങ്ങതാ നമ്മളതാ ഓട്ടോയിൽ ലോഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇക്ക. റിയാസിനെയൊക്കെ സ്പോർട്സിൽ വിടണ്ടേക്ക. അതാ മരുമോൻ, അവൻ സ്പോർട്സിലൊക്കെ പോയിട്ടുണ്ട്. അത് തന്നെ. ഇത്രയും ഫിസിക്കുള്ള ഒരാളിനെ പട്ടാളത്തിൽ വിടണ്ടായിരുന്ന, കമാൻഡോ ആക്കി വിടായിരുന്ന. അതിനുള്ളതൊക്കെ സ്ട്രെങ്ത് ഒക്കെ ഉണ്ട് ഒരു കമാൻഡോ ആവാനുള്ള. ഇനിയും എത്ര വയസ്സായി മോനേടാ നിനക്ക്? 30. എത്ര? 30. ഇനിയും ടൈമൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടാ. ഇന്ത്യൻ പട്ടാളത്തിൽ പോകണം, കമാൻഡോ ആവണം. അതിനുള്ള നല്ല സ്ട്രെങ്ത് ഉണ്ട്. വേറെ ഒന്നുമല്ല. കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഉണ്ടല്ലേ, പുള്ളിക്കാരൻ്റെ ആ ഒരു മെയ് വഴക്കം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അവന് ക്യാമറയിൽ വരാൻ വലിയ താല്പര്യമൊന്നുമില്ല. അവനാണ് ഇത്രയും വലിയതാ ഈ മാവ് ഉണ്ടല്ലോ, ഏകദേശം 10-40 കൊല്ലം പഴക്കമുള്ളതായ ഈ ഒരു മാവാണ്. അതിൻ്റെ ആ ഒരു തുഞ്ചത്ത് ഏകദേശം ഒരു 4-5 ബിൽഡിങ്ങിൻ്റെ മേളിൽ ഹൈറ്റുള്ള മാവിലാണ് കയറി നമ്മുടെ റിയാസ് ഇതെല്ലാം പറിച്ചത്. ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ റിയാസിന് ഈ പറയുന്ന പോലെ പബ്ലിസിറ്റിയിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് റിയാസ് വരാത്ത. റിയാസിൻ്റെ സ്വന്തം മാമ തന്നെയാണ്. അവനെ പറഞ്ഞ് പട്ടാളത്തിൽ വിടുന്നു. മാമ അവനിപ്പോ കല്യാണം കഴിച്ചൊക്കെ ഒരു കുട്ടിയൊക്കെ കളിക്കുന്നതാണ്. എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ഈ ഒരു വീഡിയോ ഉണ്ടട്ടെ, എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റിയും നല്ലൊരു കാര്യത്തിനൊക്കെ അവനെ പല ആൾക്കാരും വിളിക്കും, ഉപയോഗിക്കാൻ പറ്റുന്നു. അതെ,
ഇത്ര ഇതൊന്നും വരത്തില്ല. അപ്പം മാങ്ങ ലോഡ് ചെയ്യാണ്. മാങ്ങ അപ്പോൾ ഫുള്ള് ലോഡായില്ലേ? ലോഡായില്ലേ? അപ്പോൾ ഇനിയിപ്പോൾ നേരെ മാർക്കറ്റിലോട്ട് പോവാം. നേരെ മാർക്കറ്റ്. അതാണ്ട് സ്പൈഡർമാൻ ഡ്രസ്സൊക്കെ മാറി നല്ല കിടിലം കരയാനായിട്ട് ഇപ്പോൾ ഉണ്ട്. സ്പൈഡർമാൻ വീഡിയോയിലൊക്കെ വരുന്ന ഭയങ്കര ചമ്മൽ. എന്തൊക്കെയാലും മാങ്ങയൊക്കെ ഇട്ട് എന്തൊക്കെയാലും അൽഹംദുലില്ലാ കൊണ്ടുപോയി നല്ല വില കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഓക്കെ. അപ്പോൾ അതാ മാങ്ങ എല്ലാം ഫുള്ള് പിച്ച് കഴിഞ്ഞ്. അപ്പം വേറൊന്നുമല്ല, ശരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഇതേപോലെ മാങ്ങ വറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇക്കാടെ നമ്പർ കൊടുക്കാമല്ലേ? കൊടുക്കട്ടെ? എവിടെ പോയാലും പറിക്കുമല്ലേ? കൊല്ലം ഏതൊക്കെ ഏരിയ ഉണ്ട്? എവിടെ വേണമെങ്കിലും. ഓക്കെ. അപ്പോൾ റംബുട്ടാൻ നിങ്ങൾക്ക് ഏത് ഫലവൃക്ഷം എത്ര ഹൈറ്റിലാണെന്നുണ്ടെങ്കിലും അവർ പറിച്ചു തരും. അവർ വേണമെന്നുണ്ടെങ്കിൽ വിലക്ക് എടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ പറിച്ചു കൊടുക്കത്തില്ല, നമ്മൾ വിലക്ക് എടുക്കും. അവർ വിലക്കിലെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വില കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. അപ്പോൾ അതാ നമ്മളെ മുതലാളി പോവല്ലേ? ആ അപ്പോൾ ഇറങ്ങിയോ? അപ്പോൾ ആ മാങ്ങയൊക്കെ പറിച്ചത് അവർ പോവുക. സ്പൈഡർമാൻ പോട്ടെ. ആണ്ടേ ഇത് തന്നെ പുള്ളിയുടെ നമ്പർ ഇത് തന്നെയല്ലേ? ഏടാ മോനെ നമ്പർ ഇതല്ലേ? ആണ്ടേ 9747157365 ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവർ 1, 2 തോട്ടമായിട്ടൊന്നുമല്ല. എന്താ തോട്ടകൾ കണ്ടോ? 1, 2, 3, 4, 5 തോട്ടയാണ്. 5 അല്ല 6 തോട്ട. അപ്പോൾ ഇക്കാ പോവല്ലേ? ഓക്കെ. അപ്പോൾ കൊല്ലം ജില്ലയിൽ എവിടെ മാങ്ങ പറിക്കാൻ വന്നാലും നമ്മളുണ്ടാവും. വിളിച്ചാൽ മതി. ഓക്കെ. അപ്പം മാങ്ങ എന്താണെന്ന് പറഞ്ഞത് ഇവർ തോട്ടയൊക്കെ വെച്ച് മാങ്ങ എല്ലാം ഫുള്ള് ലോഡ് ചെയ്ത് പോവുക. ഇത് കാർഡ് നമ്പർ അല്ലേ? അതുകൊണ്ട് ഹാഫിസ് 97 47 157 365. അപ്പം അവരിതെല്ലാം ഇതാ. അപ്പോൾ എന്തെങ്കിലും എൻ്റെ വണ്ടിയുടെ ഗ്ലാസ് പൊട്ടാതെ സഹായിച്ചതിന് നന്ദി. എല്ലാവർക്കും കാണുന്നവർക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ. താങ്ക് യു. എടാ മോനെ സ്പൈഡർമാനാ പോട്ടെ. ഓക്കെ.